നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന് സന്തോഷിക്കാൻ ഖുർആനിൽ തെളിവുണ്ടോ എന്നാണ് ചിലർ ചോദിക്കുന്നത്. ഉണ്ട് എന്നുള്ളതാണ് മറുപടി. പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ ഒരു ആയത്താണ് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക, അതുകൊണ്ട് മാത്രമേ സന്തോഷിക്കാൻ പാടുള്ളൂ. അങ്ങനെ സന്തോഷിക്കുന്നവരാണ് എങ്കിൽ അതിനു വേണ്ടി ഒരുമിച്ച് കൂട്ടുന്ന കോൺഫറൻസ്, അതേപോലെ തന്നെ സമ്മേളനങ്ങൾ, സദസ്സുകളെല്ലാം മറ്റുള്ളതിനേക്കാളും പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതൽ ഖൈറുള്ളതുമാണ് എന്ന്. എന്താണ് ഈ റഹ്മത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വേറൊരു ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബിയെ, നിങ്ങളെ ഞാൻ അയച്ചത് ലോകർക്ക് മുഴുവനും റഹ്മത്തായിട്ടാണ് എന്നാണ്. അപ്പൊ റഹ്മത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ റഹ്മത്ത് വന്നതിന്റെ കാരണത്താൽ സന്തോഷിക്കണമെന്ന് പറഞ്ഞത് പരിശുദ്ധ ഖുർആനാണ്. എല്ലാ ദിവസവും സന്തോഷിക്കണം, സ്വാഭാവികമെന്നോണം വന്ന ദിവസമാണല്ലോ റബീഉൽ അവ്വൽ 12. അന്ന് മുഅ്മിനീങ്ങൾക്ക് ഇത്തിരി കൂടുതൽ സന്തോഷം ഉണ്ടാവും. അതിനാരും ഇരുന്ന്